ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മേക്കപ്പ് മലയാളം. എൻ്റെ പേര് രജി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പപ്പായ ഫേഷ്യൽ നമുക്ക് എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, ലോക്ക്ഡൗണൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് പുറത്ത് പോയി ഫേഷ്യൽ ചെയ്യാനോ അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാനോ ഒന്നും പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പപ്പായ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം ചെയ്യാവുന്നൊരു ഫേഷ്യലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരികയും അത് ആ സമയത്ത് തന്നെ കാണാൻ കഴിയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പപ്പായ ഫേഷ്യലിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ പപ്പായ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് ഈ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളിനി ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കാണ്. നമുക്കറിയാം, മിൽക്ക് വളരെ നല്ലൊരു നാച്ചുറൽ ക്ലെൻസറാണ്. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ മിൽക്ക് എടുക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ പപ്പായയും കൂടെ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കും. പപ്പായ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലെൻസിങ് എന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലെൻസിങ് ചെയ്യാം. ക്ലെൻസിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫേസിലുള്ള ഡേർട്സും അഴുക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കാം. ക്ലെൻസിങ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസ് ഒന്ന് വെള്ളം ഉപയോഗിച്ചൊന്ന് കഴുകാം. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് എക്സ്ഫോലിയേഷൻ ആണ്. എക്സ്ഫോലിയേഷൻ വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് നമ്മളുടെ അരി അരച്ചതാണ്. അപ്പം അരി അരയ്ക്കുക എന്ന് പറയുമ്പം കുറച്ച് ഗ്രാനുൾസ് ആയിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സിയിലിട്ട് അരി അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പപ്പായ 2 സ്പൂൺ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളുടെ ഈ അരിയിൽ ഗ്രാനുൾസ് പോലെ, അതായത് തരിതരിയായിട്ട് വേണം. അപ്പോൾ ആ തരിതരിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ആവത്തുള്ളൂ. അപ്പം ചെറിയൊരു തരിതരിയായിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും നമ്മളുടെ ഇത് എക്സ്ഫോലിയേഷൻ ചെയ്യാനായിട്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്ഫോലിയേഷൻ ചെയ്യാം. എക്സ്ഫോലിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക.
അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജാണ്. നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം ബ്യൂട്ടി പാർലറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളാണ് നമ്മുടെ ഫേസ് മസാജ് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ലൊരു റിലാക്സേഷനാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്വയം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് റിലാക്സേഷനൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ഈ ഒരു മസാജിങ് കൊണ്ട് സാധിക്കുന്നു. മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീമിംഗ് ആണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു എങ്ങനെയാണ് സ്റ്റീമിംഗ് ചെയ്യുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം സ്റ്റീമിംഗ് നമ്മൾ അന്ന് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പോർട്സൊക്കെ ഓപ്പൺ ആവുകയും അതുപോലെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ നമുക്ക് ഓപ്പണായി വരുന്നത് നമുക്ക് പുറത്തേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് ഈസിലി നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം അത് കൂടാതെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഒരു സ്റ്റീമിംഗ് ചെയ്യുന്നതിലൂടെ. നമ്മുടെ പോർട്സൊക്കെ ഓപ്പണായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മാസ്ക് ഫേഷ്യൽ മാസ്ക് നമ്മളുടെ സ്കിൻ നന്നായിട്ട് അബ്സോർബ് ചെയ്യുകയും നല്ല രീതിയിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റീമിംഗ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അപ്പം ഇത് മിക്ക ആൾക്കാരും സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മളിത് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ സ്റ്റീമിംഗ് ചെയ്യണം. സ്റ്റീമിംഗ് ചെയ്താലും നമുക്ക് ആ ഒരു ഫേഷ്യലിൻ്റെ നല്ലൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ സ്റ്റീമിങ് കഴിയുന്നു. നമ്മളുടെ ഫേസ് നല്ല രീതിയിൽ സ്റ്റീം ആയതിനു ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് കൺസിഡർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ മാസ്കായിട്ട് ഉപയോഗിക്കുന്നത് പപ്പായയുടെ കൂടെ നമ്മൾ കുറച്ച് നാരങ്ങാ നീരും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങാ നീര് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇറിറ്റേഷൻ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. ഈ ഒരു പപ്പായയുടെ പേസ്റ്റ് മാത്രം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ നാരങ്ങ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ ഗുണങ്ങൾ കൂടി നമ്മുടെ ഫേസിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങാ നീരും ഈ ഒരു നമ്മുടെ പേസ്റ്റിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു മാസ്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകും. എന്നാലും നമ്മൾക്ക് മാക്സിമം ഈ ഒരു പേസ്റ്റ് നമ്മുടെ മുഖത്ത് നിറയെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാസ്ക് ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് ഇങ്ങനെ വെക്കാം. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അത് 20 മിനിറ്റ്സായി. ഇനി നമുക്ക് വാഷ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്തു. അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ജാജീസിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം ഫേസ് ക്ലീൻ ചെയ്താലോ അതിനുശേഷം നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ മസ്റ്റായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും വേണമെന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ, ബൈ ബൈ.